ഹലോ, എല്ലാവർക്കും ബയോസിന്റെ HSST ബോട്ടണി ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ HSA പരീക്ഷ പലവിധ അഭിപ്രായങ്ങളാണ് കേൾക്കുന്നത്. ക്വസ്റ്റ്യൻ വളരെ ഈസി ആയിരുന്നു, എന്നാൽ ചില ഓപ്ഷനുകളാണ് നമ്മളെ കുഴപ്പിച്ചത്. അറിയാവുന്ന ക്വസ്റ്റ്യൻ പോലും പലർക്കും അറ്റൻഡ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അതിനെന്തായിരിക്കും കാരണം? കണ്ടന്റ് നന്നായിട്ട് തറവാത്തത് കൊണ്ടാണ്. നമ്മുടെ കണ്ടന്റ് നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ ഓപ്ഷൻ വന്നാലും എഴുതാൻ പറ്റും. പിന്നെ മറ്റൊരു ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് നമ്മളെല്ലാം ഇംഗ്ലീഷിൽ പഠിച്ചവരാണ്. ക്വസ്റ്റ്യൻ കൂടുതലും മലയാളത്തിൽ ചോദിക്കുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. എന്നാൽ ചില ക്വസ്റ്റ്യൻസിൽ ഇംഗ്ലീഷിൽ ബ്രാക്കറ്റിനകത്ത് ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്നതുകൊണ്ട് വളരെ പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാനും പറ്റും. എന്നാൽ ചില ക്വസ്റ്റ്യൻസ് പെട്ടെന്ന് വായിച്ച് ആ ഒരു മലയാള അർത്ഥത്തിൽ നിന്ന് നമ്മൾ പഠിച്ച ഇംഗ്ലീഷിലേക്ക് ഒന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ട് പലർക്കും അനുഭവപ്പെട്ടിട്ടുണ്ട്. എന്നാൽ HST പരീക്ഷ പൂർണ്ണമായിട്ടും ഇംഗ്ലീഷിലാണല്ലോ. അതുകൊണ്ട് കണ്ടന്റ് നന്നായിട്ട് പഠിക്കും. സിലബസിൽ പറഞ്ഞിരിക്കുന്ന നോട്ട്സ് മൊത്തവും നമ്മൾ കവർ ചെയ്യുക. ക്വസ്റ്റ്യൻ എങ്ങനെ വേണോ വരും. അതുകൊണ്ട് തന്നെ കണ്ടന്റ് നന്നായിട്ട് തറവായിട്ട് കഴിഞ്ഞാൽ നമുക്ക് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ ഈസി ആയിരിക്കും. ക്വസ്റ്റ്യൻ എപ്പോഴും ഡയറക്റ്റ് ആയിട്ട് ചോദിക്കണമെന്നില്ല, ചിലപ്പോൾ സ്റ്റേറ്റ്മെന്റ് വൈസിൽ ക്വസ്റ്റ്യൻസ് വരാം. അപ്പൊ അതിന് വേണ്ടത് കണ്ടന്റ് നന്നായിട്ട് അറിഞ്ഞിരിക്കുന്നതാണ്. സിലബസിലുള്ള ടോപ്പിക്കുകൾ നമുക്ക് ഇപ്പോഴേ പഠിച്ചു തുടങ്ങാം. പരീക്ഷയുടെ നോട്ടിഫിക്കേഷൻ ഇതുവരെ വന്നിട്ടില്ല. ഈ വർഷം അവസാനമോ അല്ലെങ്കിൽ അടുത്ത വർഷം ആദ്യമോ വരുമെന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ പെട്ടെന്ന് സിലബസ് ഓറിയന്റഡ് ആയിട്ട് ക്ലാസ്സുകൾ നേരത്തെ കൂട്ടി പഠിച്ച് തീർത്ത് വർക്ക് ചെയ്ത് പോകും. നിങ്ങളുടെ സപ്പോർട്ട് HSSക്ക് തന്നതുപോലെ HSSTക്കും കിട്ടുമെന്ന പ്രതീക്ഷയോടെ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. അപ്പൊ ഇന്ന് നമ്മൾ എടുക്കുന്നത് ഫസ്റ്റ് മോഡ്യൂളിലെ ഫൈക്കോളജിയിലെ ചെറിയ ടോപ്പിക്കായ ക്ലാസിഫിക്കേഷൻ ഓഫ് ആൽഗയാണ്. അത് ക്രിസ്റ്റിന്റെ ക്ലാസിഫിക്കേഷൻ ആണ് ഇന്ന് ഡിസ്കസ് ചെയ്ത് പോകാം. വീഡിയോ ആദ്യം നമ്മുടെ സിലബസ് ഒന്ന് പരിചയപ്പെടാം. ഒന്നാമത്തെ മൊഡ്യൂളിൽ നിന്ന് 10 മാർക്കിനാണ് ചോദ്യങ്ങൾ വരുന്നത്. 10 മാർക്ക് ഏതൊക്കെ ഭാഗങ്ങളിൽ നിന്നുണ്ടാകാം. അതിൽ ഒന്നാമത്തെ ടോപ്പിക്കാണ് ഫൈക്കോളജി, പിന്നെ മൈക്കോളജി, പിന്നെ പ്ലാന്റ് പത്തോളജി, ദെൻ ബയോളജി, ടെറിഡോളജി, ജിംനോസ്പേംസ്, മൈക്രോബയോളജി ആൻഡ് പാലിയോ ബോട്ടണി. ഒരു വാസ്റ്റ് ആയിട്ടുള്ള സിലബസ് ആയിട്ടുള്ള ഒരു മൊഡ്യൂളാണ് ഫസ്റ്റ് മൊഡ്യൂൾ എന്ന് പറയുന്നത്. ഇതിൽ നിന്ന് 10 മാർക്കിനാണ് ചോദ്യം വരുന്നത്. ഒരുപാട് പഠിച്ചാൽ മാത്രമേ ആ 10 മാർക്ക് നമുക്ക് കിട്ടത്തുള്ളൂ. അതിൽ ഫൈക്കോളജിയിൽ എന്തൊക്കെയാണ് പഠിക്കാനുള്ളത് നോക്കാം. ക്ലാസിഫിക്കേഷൻ ഓഫ് ആൽഗയാണ്. അത് ക്രിസ്റ്റിന്റെയും സ്മിത്തിന്റെയും ക്ലാസിഫിക്കേഷനാണ് പഠിക്കാനുള്ളത്. ദെൻ റീസെന്റ് ട്രെൻഡ്സ് ഇൻ ക്ലാസിഫിക്കേഷൻ, then general features of algae, thallus organization, then vegetation, sexual and asexual reproduction, and life cycle. Pattern of life cycle and salient features of the following classes like Cyanophyta, Chlorophyta, Xanthophyta, Basilarophyta, Pheophyta, and Rhodophyta. Economic importance of algae, biofertilizers, food industry, industrial and medicinal importance, and algal bloom. ഇത്രയുമാണ് ഫൈക്കോളജി എന്ന ടോപ്പിക്കിൽ മാത്രം പഠിക്കാനുള്ളത്. ഇതിൽ നിന്ന് 1 മാർക്കിനോ അല്ലെങ്കിൽ 2 മാർക്കിനൊക്കെ ചോദ്യമേ സാധ്യതയുള്ളൂ. കാരണം എല്ലാ ടോപ്പിക് കവർ ചെയ്ത് 10 മാർക്കിന് ചോദിക്കാം. എന്നാൽ ചിലപ്പോൾ ചില ക്വസ്റ്റ്യനിൽ കണ്ടിട്ടുണ്ട് ഇതെല്ലാത്തിനും ചേർത്ത് 10 മാർക്ക് ചോദിക്കുന്നില്ല, 1-2 ഏരിയ എന്നായിരിക്കും മാക്സിമം ക്വസ്റ്റ്യൻസ് കവർ ചെയ്യുന്നത്. അത് ഏത് ഏരിയ എന്ന് വരുമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അതുകൊണ്ട് നമുക്ക് സിലബസ് ഫുൾ പഠിച്ചിട്ട് പോകുന്നതായിരിക്കും ബെറ്റർ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ക്ലാസിഫിക്കേഷൻ ആൽഗെ, അതായത് ഫ്രിച്ചിന്റെ ക്ലാസിഫിക്കേഷൻ ആണ് ഡിസ്കസ് ചെയ്യുന്നത്. വാട്ട് ഈസ് ഫൈക്കോളജി? Phycology means study of algae. The branch of science which deals with study of algae is said to be phycology. The term algae was coined by Swedish botanist Carl Linnaeus in 1753 or 1754. 53-ലോ അല്ലെങ്കിൽ 54-ലായിട്ടാണ് അദ്ദേഹം ഫൈക്കോളജിയിലെ ആൽഗെ എന്ന ടേം പ്രൊപ്പോസ് ചെയ്ത് ഈ ടേം കൊണ്ടുവന്നത് കാൾ ലിനേസ് ആണ്. ഇറ്റ്സ് ഒറിജിനേറ്റ് ഫ്രം ദ ലാറ്റിൻ വേർഡ് ആൽഗ വിച്ച് മീൻസ് സീവീഡ്. അതായത് ലാറ്റിൻ വേർഡായ ആൽഗയിൽ നിന്നാണ് ഇത് ഉണ്ടായത്. അതിന്റെ അർത്ഥം സീവീഡ്. ഫെലിക്സ് യൂജൻ ഫ്രിച്ച് ഈസ് വൈഡ്ലി റിഗാർഡഡ് ആസ് ദ ഫാദർ ഓഫ് ഫൈക്കോളജി. ഫൈക്കോളജിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ഫ്രിച്ച് ആണ്. He is known for his comprehensive classification of algae and his seminal work, Structure and Reproduction of Algae. അത് നോട്ട് ചെയ്ത് വെക്കുക. ഫ്രിച്ചിന്റെ അദ്ദേഹത്തിന്റെ വർക്കുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പബ്ലിഷ് ചെയ്ത ബുക്കിന്റെ പേരാണ് സ്ട്രക്ചർ ആൻഡ് റീപ്രൊഡക്ഷൻ ഓഫ് ആൽഗെ. ഈ വർക്ക് ഓർത്തിരിക്കുക. MOP അയ്യങ്കാർ ഈസ് നോൺ ആസ് ദ ഫാദർ ഓഫ് ഇന്ത്യൻ ഫൈക്കോളജി. എന്നാൽ ഇന്ത്യയുടെ ഫൈക്കോളജിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് MOP അയ്യങ്കാർ. Classification of algae by Fritz in 1935. 1935-ലെ ഫ്രിച്ചിന്റെ ക്ലാസിഫിക്കേഷൻ എന്താണെന്ന് നോക്കാം. അദ്ദേഹത്തിന്റെ ബുക്കിന്റെ പേര് ഓർത്തിരിക്കുക, സ്ട്രക്ചർ ആൻഡ് റിപ്രൊഡക്ഷൻ ഓഫ് ആൽഗെ. ക്ലാസിഫിക്കേഷൻ ഓഫ് വിച്ച് വാസ് ബേസ്ഡ് ഓൺ ദ ഫോളോയിങ് ക്രൈറ്റീരിയ. അദ്ദേഹം ഏത് ക്രൈറ്റീരിയ, ഏത് മാനദണ്ഡത്തിന്റെ ബേസിലാണ്
അദ്ദേഹത്തിന്റെ ക്ലാസിഫിക്കേഷൻ കൊണ്ടുവന്നു. നോക്കാം. പിഗ്മെന്റേഷൻ, ആളുകളുള്ള ഡിഫറെന്റ് പിഗ്മെന്റ്സിന്റെ ബേസിൽ, ദെൻ ടൈപ്സ് ഓഫ് ഫ്ലജല്ല, ഫ്ലജല്ലയുടെ ബേസിൽ, അസിമിലേറ്ററി പ്രോഡക്ട്സ്, അതായത് ഫോട്ടോസിന്റെ ഫലമായിട്ടുള്ള പ്രോഡക്റ്റിന്റെ ബേസിൽ, താലസ് സ്ട്രക്ചർ, താലസ്, വാട്ട് ഈസ് താലസ്? അൺഡിഫറൻഷ്യൽ പ്ലാന്റ് ബോഡിയാണ് അല്ലെ. ഒരു അൺഡിഫറൻഷ്യൽ പ്ലാന്റ് ബോഡി, റൂട്ട്, സ്റ്റെം, ലീഫ്, ലീഫ് എന്നോ സ്റ്റെം എന്നോ റൂട്ട് ഒന്നും തിരിക്കാൻ കഴിയാത്ത അൺഡിഫറൻഷ്യൽ ആയിട്ടുള്ള പ്ലാന്റ് ബോഡിയാണ് താലസ്. ആ താലസിന്റെ സ്ട്രക്ചർ ബേസിൽ ദെൻ മെത്തേഡ് ഓഫ് റീപ്രൊഡക്ഷൻ, ഏത് മെത്തേഡിലൂടെയാണ് റീപ്രൊഡ്യൂസ് ചെയ്യുന്നത്, ഇതിന്റെയൊക്കെ ബേസിലാണ്, ഈ ക്രൈറ്റീരിയയുടെ ബേസിലാണ് അദ്ദേഹം ക്ലാസിഫൈ ചെയ്തത്. അദ്ദേഹത്തിന്റെ ക്ലാസിഫിക്കേഷനിൽ 11 ക്ലാസ്സുകളാണ്. ഡിവൈഡ് ആൽഗെ ഇൻറ്റു ഫോളോയിങ് 11 ക്ലാസ്സസ്. അദ്ദേഹം 11 ക്ലാസ്സുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. ക്ലോറോഫൈസിയെ, സാന്തോഫൈസിയെ, ക്രൈസോഫൈസിയെ, ബാസിലാരിയോഫൈസിയെ, ക്രിപ്റ്റോഫൈസിയെ, ഡൈനോഫൈസിയെ, ക്ലോറോമൊണാഡിനെ, യൂഗ്ലിനോഫൈസിയെ, ഫയോഫൈസിയെ, റോഡോഫൈസിയെ ആൻഡ് മിക്സോഫൈസിയെ. ഇതിന് പുറമെ അദ്ദേഹം മറ്റൊരു ക്ലാസ് കൂടെ കൊണ്ടുവന്നിട്ടുണ്ട്. അതിന്റെ പേരാണ് ന്യൂമാറ്റോഫൈസി. അതായത് ഫോസിൽ ആളുകൾ അടങ്ങുന്ന ഒരു ഗ്രൂപ്പാണ്. പക്ഷെ അതിന് ശരിക്കും തെളിവുകളും മറ്റും കിട്ടാത്തതുകൊണ്ട് അതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പിന്നെ പറഞ്ഞിട്ടില്ല. അദ്ദേഹം ഫോസിൽ ആളുകളെ കുറിച്ച് ഉൾപ്പെടുത്തിയിരിക്കുന്ന ഒരു ക്ലാസ് ആണ് ന്യൂമാറ്റോഫൈസി. ക്ലാസ് ക്ലോറോഫൈസി, ദാറ്റ് മീൻസ് ഗ്രീൻ ആൽഗെ, ഹരിത ആളുകൾ ഉൾപ്പെടുന്ന ക്ലാസ് ആണ് ക്ലോറോഫൈസി. മെയിൻ പിഗ്മെന്റ്സ് ആർ എസെൻഷ്യലി ഐഡന്റിക്കൽ ടു ദോസ് ഫൗണ്ട് ഇൻ ഹയർ പ്ലാന്റ്സ്. നമ്മുടെ ഹയർ പ്ലാന്റ്സിൽ കാണപ്പെടുന്നത് പോലുള്ള പിഗ്മെന്റ്സ് ആണ് ഇതിൽ കാണപ്പെടുന്നത്. ദേ ആർ ക്ലോറോഫിൽ എ ആൻഡ് ബി, കരോട്ടിനോയിഡ്സ് ആൻഡ് സാന്തോഫിൽസ്. ക്ലോറോപ്ലാസ്റ്റ് യൂഷ്വലി ഹൗ പൈറിനോയിഡ്സ്. ക്ലോറോപ്ലാസ്റ്റിനകത്ത് സ്റ്റോറേജ് ബോഡിയായ പൈറിനോയിഡ്സ് കാണപ്പെടുന്നത്. അത് എന്താണെന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അതിന്റെ ജനറൽ ക്യാരക്ടേഴ്സ് പഠിക്കുമ്പോൾ പൈറിനോഡ് ഉൾപ്പെടെ പറയുന്നതായിരിക്കും. പൈറിനോഡ് എന്നൊരു സ്റ്റോറേജ് ബോഡി, സ്റ്റാർച്ച് സ്റ്റോർ ചെയ്യുന്ന ബോഡിയാണ് ക്ലോറോപ്ലാസ്റ്റിനകത്ത് തന്നെ കാണപ്പെടുന്നത്. The food reserve is starch which frequently aggregate around the fire nodes. നേരത്തെ പറഞ്ഞ ഫയർ നോട്ട്സിലാണ് ഈ ഫുഡ് സ്റ്റോർ ചെയ്യുന്നത്. ആ ഫുഡ് ഏത് രൂപത്തിലായിരിക്കും? സ്റ്റാർച്ചിന്റെ രൂപത്തിലാണ് ഫുഡ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്. സെൽ വാൾ ഈസ് കമ്പോസ്ഡ് ഓഫ് സെല്ലുലോസ് ആൻഡ് ദ സെൽ ആർ ടിപ്പിക്കലി യൂക്കാരിയോട്ട്. സെൽ വാൾ നിർമ്മിച്ചത് സെല്ലുലോസ് കൊണ്ടാണ്. എന്നാൽ സെല്ല് യൂക്കാരിയോട്ടിക്, ക്ലിയർ ന്യൂക്ലിയസ് ഉള്ളവരാണ്. ഫ്ലജല്ല ഈ പ്രസന്റ് ആർ ഈക്വൽ ലെങ്ത്, ദാറ്റ് മീൻസ് ഐസോകോൺ. ഇവിടെ ഫ്ലജല്ല ഉണ്ടെങ്കിൽ അത് ഈക്വൽ ലെങ്തിലായിരിക്കും. എത്ര ഫ്ലജൽ ഉണ്ടോ അതെല്ലാം ഒരേ ലെങ്തിലായിരിക്കും. ആ ഒരു കണ്ടീഷനാണ് ഐസോകോൺ എന്ന് പറയുന്നത്. റീപ്രൊഡക്ഷൻ ടേക്സ് പ്ലേസ് ബൈ വെജിറ്റേറ്റീവ്, അസെക്ഷൽ ആൻഡ് സെക്ഷൽ. സെക്ഷൽ മീൻസ് ഐസോഗമി ഓർ അനൈസോഗമി, ഊഗമി. സെക്ഷൽ റീപ്രൊഡക്ഷൻ ഐസോഗമിയിലൂടെ അനൈസോഗമിയിലൂടെ ഊഗമിയിലൂടെ നടക്കാം. അതെന്താണ് ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് പറയും. +1 ടോപ്പിക്ക് ബന്ധപ്പെട്ട് ഈ ഐസോഗമിയുമായി ചെറിയൊരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ട് ഉള്ളവർക്ക് അതൊന്ന് കാണാവുന്നതാണ്. അല്ലെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് ജനറൽ ക്യാരക്ടേഴ്സിൽ പറയുന്നത്. മോട്ടൈൽ സ്പോർസ് ആർ പ്രസന്റ് ആൻഡ് സീലി ആൾസോ ഫോർ. ഇവിടെ സ്പോർ ഉണ്ടാകുന്നത് ഫ്ലജൽ ഉള്ളത് കൊണ്ട് തന്നെ മോട്ടൈൽ സ്പോർ ആയിരിക്കും. ദാറ്റ് മീൻസ് ടു സ്പോർസ്. ക്ലാസ് ക്ലോറോഫൈസിയെ വീണ്ടും 9 ഓർഡറുകളാക്കി തിരിച്ചിട്ടുണ്ട്. വോൾവോക്കേസ്, അതിനകത്താണ് വോൾവോക്സ് വരുന്നത്. ക്ലോറോകൊക്കേസ്, ക്ലോറല്ല വരുന്നത്. യൂളോത്രിക്കേസ്, യൂളോത്രിക്സ് വരുന്നത്. ക്ലാഡോഫോറൈൽസ്, ക്ലാഡോഫോറ എന്ന ആൽഗ വരുന്നത്. കീറ്റോഫോറൈൽസ്, ട്രിച്ചില്ല എന്ന ആൽഗ വരുന്നത്. ഒയിഡഗോണിയൻസ്, അതിനകത്താണ് ഒയിഡഗോണിയം അല്ലെങ്കിൽ ഊഡഗോണിയം എന്ന് ചിലർ പ്രൊനൗൺസ് ചെയ്യാറുണ്ട്. ഒയിഡഗോണിയം വരുന്നത്. കോൺജുഗേറ്റ്സ്, റൈനീമ വരുന്നത്. ദെൻ സൈഫണൈൽസ്, മൗച്ചേറിയ വരുന്നത്. ക്യാരൽസ്, ക്യാര വരുന്നത്. ഇങ്ങനെ 9 ഓർഡറുകളാക്കി തിരിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ ക്ലാസ് ആണ് സാന്തോഫൈസി അഥവാ യെല്ലോ ഗ്രീൻ ആൽഗെ. യെല്ലോ ഗ്രീൻ ആൽഗെ എന്നറിയപ്പെടുന്നത് സാന്തോഫൈസി. അത് ഹെറ്ററോകോണ്ടയാണ്. ഹെറ്ററോകോണ്ട നടത്തുന്ന വെച്ചാൽ ഫ്ലജല്ല അണീക്വൽ സൈസിലായിരിക്കും കാണപ്പെടുന്നത്. The main pigments are chlorophyll A and E, beta carotene and xanthophylls. Plastids without fire nodes. Plastids എന്തില്ല? ഫയർ നോട്ട്സ് കാണപ്പെടുന്നില്ല. Reserve food material is oil or fat. Cell wall mainly composed of pectic substance with little cellulose. Cell wall നിർമ്മിച്ചിരിക്കുന്നത് പെക്റ്റിനും അതോടൊപ്പം കുറച്ചളവിൽ സെല്ലുലോസും ഉണ്ടായിരിക്കും. The cell is typically eukaryote and anteriorly insert to unequal flagella. ഇവിടെ സെല്ല് യൂക്കാരോട്ട് ആണ്. എന്നാൽ ഇവിടെ 2 ഫ്ലജല്ല കാണപ്പെടുന്നത് അണീക്വൽ സൈസ് ആയിരിക്കും. ഷോർട്ടർ ഫ്ലജല്ല വിപ്ലാഷ് ടൈപ്പ് ആയിരിക്കും. ലോങ്ങർ വൺ ഈസ് ടിൻസിൽ ടൈപ്പ്. വിപ്ലാഷ് എന്ന് വെച്ചാൽ സ്മൂത്ത് ആയിട്ട് കാണപ്പെടുന്ന ഫ്ലജല്ല ആയിരിക്കും. ടിൻസിൽ നമ്മൾ ചെറിയ ഹെയർ പോലെ ഔട്ട്ലോക്ക് കാണപ്പെടുന്നതായിരിക്കും. 2 ഫ്ലജല്ലുള്ള, ഒന്ന് വിപ്ലാഷും പിന്നെ മറ്റൊന്ന് ടിൻസിൽ ടൈപ്പും ആയിരിക്കും. റീപ്രൊഡക്ഷൻ വെജിറ്റേറ്റീവ് കാണിക്കാം, അസെക്ഷൽ കാണിക്കാം, സെക്ഷൽ. സെക്ഷൽ മെത്തേഡിൽ കൂടുതലും ഐസോഗാമസ് മെത്തേഡാണ് കാണിക്കുന്നത്. എന്താണ് ഐസോഗാമസ് എന്നൊക്കെ പിന്നീട് പറയുന്നതായിരിക്കും. ഇതിനെ 4 ഓർഡറാക്കി തിരിച്ചിട്ടുണ്ട്. ഹെറ്ററോക്ലോർഡേറ്റ്സ്, ഹെറ്ററോകോക്കേറ്റ്സ്,
ഹെറ്ററോട്രൈക്കേസ് ആൻഡ് ഹെറ്ററോസൈക്ലോനൈസ്. അതിനകത്ത് എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഇത്രയും ഡീറ്റെയിൽ ഒക്കെ വേണ്ടെങ്കിലും ഞാൻ ഉൾപ്പെടുത്തി. മൂന്നാമത്തെ ക്ലാസ് ആണ് ക്രൈസോഫൈസിൻ. ഫൈക്കോക്രൈസിൻ എന്ന ഡോമിനന്റ് പിഗ്മെന്റ് ആണ് ഇതിൽ കാണപ്പെടുന്നത്. ഇറ്റ് ഈസ് ദ ഡോമിനന്റ് പിഗ്മെന്റ് വിച്ച് ഇമ്പാർട്ട് ബ്രൗൺ ഓർ ഓറഞ്ച് കളർ ടു ദീസ് ആളുകൾ. ഈ ആളുകൾക്ക് ഓറഞ്ച് അല്ലെങ്കിൽ ഒരു ബ്രൗൺ ഷെയ്ഡ് നൽകുന്ന പിഗ്മെന്റ് ആണ് ഫൈക്കോക്രൈസിൻ. ദ ക്രൊമാറ്റോഫോഴ്സ് ഹാവ് നേക്കഡ് പൈർനോഡ്സ് ലൈക്ക് ബോഡി. ഇവിടെ ക്രൊമാറ്റോഫോഴ്സ് കാണപ്പെടുന്നത് പിഗ്മെന്റ് സ്റ്റോർ ചെയ്യുന്ന ബോഡീസ് ആണത്. ഒരു പൈർനോഡ് പോലെ കാണപ്പെടുന്ന ഒരു ബോഡി ആയിരിക്കും. ഫുഡ് റിസർവ് എന്നുള്ളത് ക്രൈസോ ലാമിനാരിൻ അല്ലെങ്കിൽ ലുക്കോസിൻ ആയിരിക്കാം. സെൽ വാൾ ഈസ് കാൽസിഫൈഡ്. സെൽ വാളിൽ കാൽഷ്യത്തിന്റെ കോട്ടിംഗ് ഉണ്ടായിരിക്കും. ആൻഡ് നോൺ സെല്ലുലോസ്, സെല്ലുലോസ് അല്ല, കാൽഷ്യം കോട്ടിംഗ് കൊണ്ടാണ് സെൽ വാൾ നിർമ്മിച്ചിരിക്കുന്നത്. ദ മോട്ടൈൽ സെൽ ഹാവ് ടു ആന്റിയർലി ഇൻസേർട്ടഡ് അൺഈക്വൽ ഫ്ലജല്ല. ഇവിടെയും മോട്ടൈൽ ആയിട്ടുള്ള ഓർഗാൻസും ഉണ്ടെങ്കിൽ ഫ്ലജല്ല കാണപ്പെടുന്നത് രണ്ടും അൺഈക്വൽ ആയിരിക്കും. സെക്ഷൽ റീപ്രഷൻ ഈസ് വെരി റയർ. വളരെ റയർ ആയിട്ട് മാത്രമേ സെക്ഷൽ റീപ്രഷൻ കാണപ്പെടുന്നുള്ളൂ. വെൻ ഇറ്റ് ഈസ് പ്രസന്റ് ഇറ്റ് ഈസ് ഐസോഗാമസ് സ്റ്റേറ്റ്. അഥവാ ഉണ്ടെങ്കിൽ അത് ഐസോഗാമസ് സ്റ്റേറ്റിലായിരിക്കും കാണപ്പെടുന്നത്. ഇതിനെയും 3 ഓർഡറാക്കി തിരിച്ചിട്ടുണ്ട്. ക്രൈസോ മൊണാഡൈൽസ്, ക്രൈസോ സ്പീറൈൽസ്, ക്രൈസോ ട്രൈറ്റൈൽസ്. 4ാമത്തെ ക്ലാസ് ആണ് ബാസിലാരിയോഫൈസിൽ. പൊതുവെ ഡയാറ്റംസ് അല്ലെങ്കിൽ ഗോൾഡൻ ബ്രൗൺ ആൽഗ എന്നാണ് അറിയപ്പെടുന്നത്. മെമ്പേഴ്സ് ഓഫ് ദിസ് ക്ലാസ് ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ ദ ഡോമിനൻസ് ഓഫ് ഗോൾഡൻ ബ്രൗൺ പിഗ്മെന്റ്സ് ലൈക്ക് ഫ്യൂക്കോസാന്തിൻ, ഡയാറ്റോസാന്തിൻ, ഡൈഅഡിനോസാന്തിൻ. സെൽ വാൾ ഈസ് പെക്റ്റിക് ആൻഡ് സിലിസിഫൈഡ് ആൻഡ് വേരിയസ്ലി ഓർണമെന്റൽ. ഇവിടെ സെൽവാളിന്റെ പ്രത്യേകത സിലിസിഫൈഡും പെക്റ്റിനും കൊണ്ട്, സിലിക്ക കോട്ടിങ്ങും പെക്റ്റിനും കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ഒരു സെൽവാളാണ് കാണപ്പെടുന്നത്. ഓർണമെന്റൽ നല്ല ഒരു മിനുക്ക് പണി, കൊത്തുപണികൾ പോലെ ഡിസൈൻസ് ആയിട്ട് കാണപ്പെടുന്ന ഒരു ഗ്രൂപ്പും കൂടെയാണ്. സെൽവാൾ കൺസിസ്റ്റ് ഓഫ് 2 halves which are radially or bilaterally symmetrical. സെൽവാളിന് 2 halves ഉണ്ട്, ലൈക്ക് സോപ്പ് ബോക്സ്. സോപ്പ് ബോക്സിന്റെ 2 അടപ്പ് പാളികൾ പോലെ 2 halves ആയിട്ടായിരിക്കും കാണപ്പെടുന്നത്. അതിനൊരു പേരുണ്ട്, ഫസ്റ്റുകൾ എന്നൊക്കെ പറയും. The motile cell usually have a single flagella. ഇതിൽ മോട്ടൈൽ ഉണ്ടെങ്കിൽ, മോട്ടൈൽ ഫോം ഉണ്ടെങ്കിൽ സിംഗിൾ ഫ്ലജൽ ഉള്ളവരായിരിക്കും. സെക്ഷൽ റീപ്രഷൻ ടേക്സ് പ്ലേസ് ബൈ ദ ഫ്യൂഷൻ ആൻഡ് ഫോർമേഷൻ ഓഫ് ഗാമീറ്റ്സ് ഓർ ഓക്സോസ്പോർ. ഇവിടെ സെക്ഷൽ റീപ്രഷൻ കാണിക്കുന്നുണ്ട്, ഗാമീറ്റുകൾ ഫ്യൂസ് ചെയ്തിട്ടായിരിക്കും. അതിന്റെ ഫലമായിട്ട് ഓക്സോസ്പോറുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ടൈപ്പും ഉണ്ട്. ഇവയും 2 ഓർഡറുകളാക്കി തിരിച്ചിട്ടുണ്ട്. സെൻട്രൈൽസ് ആൻഡ് പെന്നൈൽസ്. ഇങ്ങനെ 2 ഓർഡറുകളായിട്ടാണ് ബാസിലോഫൈസി തിരിച്ചിരിക്കുന്നത്. Next class, cryptophytes. The main pigment is xanthophyll, which impart brown or red color to these algae. ഈ ആളുകൾക്ക്, ഇതിനകത്ത് വരുന്ന ആളുകൾക്ക് മെയിൻ ആയിട്ട് ഒരു റെഡ് അല്ലെങ്കിൽ ബ്രൗൺ കളർ നൽകുന്ന പിഗ്മെന്റ് ആണ് xanthophyll. Pyrenoids like bodies are present, but they are often independent of chromatophores. The photosynthetic products are starch or oil. ഇവിടുത്തെ photosynthetic product ഫുഡ് റിസർവ് എന്ന് പറഞ്ഞാൽ സ്റ്റാർച്ച് അല്ലെങ്കിൽ ഓയിൽ രൂപത്തിലായിരിക്കും. The motile cells are dorsiventral with 2 anteriorly inserted unequal flagella. ഇവിടെയും മോട്ടൈൽ ഫോം ഉണ്ടെങ്കിൽ അണീക്വൽ ഫ്ലജല്ലയാണ് കാണപ്പെടുന്നത്. The complex vacuolar system is present in the cell. സെല്ലിനകത്ത് വാക്യൂൾസ് പ്രസന്റ് ആയിട്ടുള്ള സെല്ലുകളായിരിക്കും. കോംപ്ലക്സ് ആയിട്ടുള്ള വാക്യൂൾസ് പ്രസന്റ് ആയിട്ടുള്ള ഓർഗാനിസം ആയിരിക്കും ഈ ഗ്രൂപ്പിൽ വരുന്നത്. സെക്ഷൽ റീപ്രഷൻ ഈസ് റയർ. When it is present, it is isogamous. നേരത്തെ പറഞ്ഞതുപോലെ സെക്ഷൽ റീപ്രഷൻ ഉണ്ടെങ്കിൽ അത് ഐസോഗമസ് ടൈപ്പ് ആയിരിക്കും. ഇതിനും 2 ഓർഡറുകളാക്കി തിരിച്ചിട്ടുണ്ട്. ക്രിപ്റ്റോ മൊണാഡൈൽസ്, അതുപോലെ ക്രിപ്റ്റോ കോക്കൈൽസ്. അടുത്ത ക്ലാസ് ആണ് ഡൈനോഫേസിയ ഓർ പെരിഡിനിയ. These algae contain many discoid chromatophores. Discoid like chromatophores ഉള്ളവരായിരിക്കും. Main pigment is xanthophyll, which impart brown or red color. Food reservoir starch or fat. The cell wall is cellulosic. The most of cells of this class are motile unicells with 2 flagella. ഇതിനകത്ത് വരുന്ന മിക്കതും യൂണിസെൽ ആയിട്ടുള്ള 2 ഫ്ലജലുള്ള മോട്ടൈൽ ഫോംസ് ആയിരിക്കും. Many species are colorless. Some of them are saprophytes and show holozoic mode of nutrition. ചിലത് കളർലെസ് സാപ്രോഫൈറ്റ് ഫോംസ് വരുന്നുണ്ട്, ഹോളോസോയിക് ന്യൂട്രീഷൻ കാണിക്കുന്നവർ വരുന്നുണ്ട്. സെക്ഷൽ റീപ്രഷൻ റയർ ആണ്, ഉണ്ടെങ്കിൽ അത് ഐസോഗമസ് ടൈപ്പ് ആയിരിക്കും. ഇവരെയും 6 ഓർഡറിലാക്കി തിരിച്ചു. Next class, Chloromonadini. Members of this class have numerous discoid chromatophores. Discoid chromatophores group ആണ്. Provide bright green tint during the presence of excess xanthophyll. Pyrenoids are lacking. Pyrenoids ഇല്ല. And reserve food is fat or fat അല്ലെങ്കിൽ oil ആയിരിക്കും. The motile forms are with 2 almost equal flagella. ഇവിടെ motile forms ആണെങ്കിൽ 2 equal flagella ആയിരിക്കും കാണപ്പെടുന്നത്. Sexual repression absent. Multiplication of takes place by longitudinal division of cells. ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ വഴിയാണ്, ഇത് സെൽ ഡിവൈഡ് ചെയ്തിട്ടാണ്
പുതിയ ഓർഗാനിസം ഉണ്ടാവുന്നു. ദിസ് ക്ലാസ് ഹാവ് ഓൺലി വൺ ഓർഡർ. ഇതിനകത്ത് ഒരു ഓർഡർ മാത്രമേ ഉള്ളൂ, ക്ലോറോ മൊണാഡൈറ്റ്സ്. ക്ലാസ് യൂഗ്ലിനോഫൈസി. യൂഗ്ലിനോഫൈസിയിൽ പണ്ടത്തെ ക്ലാസിഫിക്കേഷൻ ആയിരുന്നു, ഇപ്പോൾ യൂഗ്ലിനോയിഡ്സ് എന്ന രൂപത്തിൽ ഇന്ന പ്രോട്ടിസ്റ്റുകൾ തന്നെ മാറ്റിയിട്ടുണ്ട്. There are highly specialized unicellular green flagellates. ഈ യൂണിസെല്ലുലാർ ആയിട്ടുള്ള ഗ്രീൻ കളറിലുള്ള ഫ്ലജല്ലേറ്റഡ് ആയിട്ടുള്ള ആൽഗൽ ടൈപ്പ് ആണ്. ദ സെൽ ഹാസ് യൂഷ്വലി മെനി ക്രോമാറ്റോഫോഴ്സ്. ക്ലോറോപ്ലാസ്റ്റ് പോലുള്ള ക്രോമാറ്റോഫോഴ്സ് കാണപ്പെടുന്നുണ്ട്. പൈറനോഡ് ലൈക്ക് ബോഡീസ് ആർ പ്രസന്റ് ഇൻ സം ഫോം. ചില ഫോംസിൽ പൈറനോഡ്സ് കാണപ്പെടുന്നുണ്ട്. ദ മെയിൻ പിഗ്മെന്റ് ഈസ് ക്ലോറോഫിൽ ആൻഡ് പ്രോഡക്റ്റ് ഓഫ് ഫോട്ടോസിന്തസിസ് പോളിസാക്കറൈഡ് പാരാമൈലോ. ഇവിടെ മെയിൻ പിഗ്മെന്റ് എന്ന് പറയുന്നത് ക്ലോറോഫിൽ തന്നെയാണ്. അതുപോലെ ഫോട്ടോസിന്റെ ഫലമായിട്ടുള്ള പ്രോഡക്റ്റ് എന്ന് പറയുന്നത് പോളിസാക്കറൈഡ് പാരാമൈലോ ആണ്. മോസ്റ്റ് ഓഫ് ദ മെമ്പേഴ്സ് ഹാവ് വൺ ഓർ ടു ഫ്ലജല്ല which arise from the base of a canal-like invagination of the anterior end. ആന്റീരിയർ എൻഡിൽ ഒരു കനാൽ പോലുള്ള ഭാഗത്തു നിന്നായിരിക്കും ഫ്ലജൽ ഉണ്ടാകുന്നത്. അത് ഒന്നോ രണ്ടോ കാണപ്പെടാം. ദിസ് ആൽഗെ പോസസ് എ കോംപ്ലക്സ് വാസ്കുലർ സിസ്റ്റം. ഇവിടെയും ഒരു വാക്യുലർ സിസ്റ്റം കാണപ്പെടുന്നുണ്ട്. ആൻഡ് മൾട്ടിപ്ലിക്കേഷൻ ബൈ സെൽ ഡിവിഷൻ. സെൽ ഡിവിഷനിലൂടെയാണ് ഓരോ തലമുറകൾ പുതുതായിട്ട് ഉണ്ടാകുന്നത്. സെക്ഷൽ റിപ്രഡക്ഷൻ ഈസ് പ്രസന്റ്. സെക്ഷൽ റിപ്രഡക്ഷൻ കാണപ്പെടുന്നുണ്ട് ഇൻ ഓൺലി വൺ ഫോംസ് ആൻഡ് ഇറ്റ് ഈസ് ഐസോഗാമസ് ടൈപ്പ്. ചില ഫോംസിൽ ഒരു ഫോംസിൽ സെക്ഷൽ റിപ്രഡക്ഷൻ കാണപ്പെടുന്നത് അത് ഐസോഗാമസ് ടൈപ്പ്. ക്ലാസ് ഹയോഫൈസിയെ or brown algae. സ്ട്രക്ചറലി ദ മോസ്റ്റ് കോംപ്ലക്സ് ആൽഗ. കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ് സ്ട്രക്ചറുള്ള ആൽഗകളായിരിക്കും. സിമ്പിൾ ഫിലമെന്റ്സ് ടു മാസീവ് പ്ലാന്റ്. സിമ്പിൾ ഫിലമെന്റ് സ്ട്രക്ചറിൽ നിന്നും വളരെ മാസീവ് ജൈന്റ് ബോഡിയുള്ള ആളുകൾ വരുന്ന ഗ്രൂപ്പാണ് ഹയോഫൈസി. പിഗ്മെന്റ്സ് ഇൻക്ലൂഡ് ക്ലോറോഫിൽ എ, സി, ബീറ്റ കരോട്ടിൻ. ഇതിനകത്ത് വരുന്ന പിഗ്മെന്റ്സ് മെയിൻ പിഗ്മെന്റ് ക്ലോറോഫിൽ എയും സിയും പിന്നെ ബീറ്റ കരോട്ടിനും അതുപോലെ റൗണ്ട് പിഗ്മെന്റ് ആയ ഫ്യൂക്കോസാന്തിനും കാണപ്പെടുന്നുണ്ട്. ക്രോമാറ്റോഫോർസ് ഡിസൈഡ് അതർ പിഗ്മെന്റ്സ് കണ്ടെയ്ൻ ഫ്യൂക്കോസാന്തിന്. റൗണ്ട് പിഗ്മെന്റ് കാണുന്നത് ഫ്യൂക്കോസാന്തിനും കാണപ്പെടുന്നു. റിസർവ് ഫുഡ് ഇൻ ദ ഫോം ഓഫ് ലാമിനാലിൻ. അതൊരു പോളിസാക്കറൈഡ് ആണ്. ആൻഡ് മാനിറ്റോൾ, അതൊരു ആൽക്കഹോൾ രൂപത്തിലുള്ള ഫുഡാണ് മാനിറ്റോൾ. സെൽ വാൾ ഈസ് മെയിൻലി കമ്പോസ്ഡ് ഓഫ് സെല്ലുലോസ് ആൻഡ് വിത്ത് ആൽഗിനിക് ആസിഡ് ഓർ ഫ്യൂസിനിക് ആസിഡ്. അതായത് ആൽഗിനിക് ആസിഡ് അല്ലെങ്കിൽ ആൽഗിന്റെ ജെല്ലും അതുപോലെ ഫ്യൂസിനിക് ആസിഡും ചേർന്നിട്ടുള്ള സെൽ വാൾ അതിൽ കാണപ്പെടുന്നുണ്ട്. താലസ് ഡ്രൈ ആവാതെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയാണ് അങ്ങനെ കാണപ്പെടുന്നത്. The motile reproductive cell have two lateral or sub-apical flagella. മോട്ടൽ ഫോംസിലെ ഫ്ലജല്ല കാണപ്പെടുന്നത് ലാറ്ററൽ സൈഡിലായിരിക്കും കൂടുതലും കാണപ്പെടുന്നത്. അല്ലെങ്കിൽ ഏകദേശം എപ്പെക്സിന് വരുന്ന ടിപ്പിൽ, പ്രോപ്പർ ടിപ്പിലല്ല എങ്കിലും ഒരു ടിപ്പിലോട്ട് വരുന്ന രീതിയിൽ അറേഞ്ച് ചെയ്തിരിക്കുന്ന ഫ്ലജല്ലായിരിക്കും കൂടുതലും കാണപ്പെടുന്നത്. കൂടുതലും ലാറ്ററൽ സൈഡിലാണ് കാണപ്പെടുന്നത്. വൺ ഡയറക്റ്റഡ് ഫോർവേഡ് ആൻഡ് അതർ ഡയറക്റ്റഡ് ബാക്ക്. ഒരെണ്ണം മുകളിലോട്ടും ഒരെണ്ണം താഴോട്ടും ആയിരിക്കും കാണപ്പെടുന്നത്. സെക്ഷൽ റീപ്രഡക്ഷൻ റേഞ്ച് കാണിക്കുന്നത് ഐസോഗമി മുതൽ ഊഗമി വരെ കാണിക്കാറുണ്ട്. അതായത് ഐസോഗമി അല്ലെങ്കിൽ അനോസഗമി അല്ലെങ്കിൽ ഊഗമി കാണിക്കാറുണ്ട്. റോഡോഫൈസി അഥവാ റെഡ് ആൽഗ. മോസ്റ്റ് ഓഫ് ദീസ് ആൽഗ ആർ മറൈൻ വിത്ത് യൂണീക് ആക്സിൽ ഓർ മൾട്ടി ആക്സിൽ താരസ്. കൂടുതലും മറൈൻ ഫോംസ് ആണ്. യൂണീക് ആക്സിൽ അല്ലെങ്കിൽ മൾട്ടി ആക്സിൽ താരസ് ഉള്ള ഗ്രൂപ്പുകളായിരിക്കും. പിഗ്മെന്റ്സിൽ ക്ലോറോഫിൽ എയോ ഡിയും അതുപോലെ ആൽഫ അല്ലെങ്കിൽ ബീറ്റ കരോട്ടിൻ സാന്തോഫിൽ അടങ്ങിയിരിക്കും. അതോടൊപ്പം തന്നെ റെഡ് കളറിന് കാരണമായ ആർ ഫൈക്കോ എറത്തിന് അല്ലെങ്കിൽ ആർ ഫൈക്കോ സയാനിൻ പോലുള്ള പിഗ്മെന്റ്സ് കൂടുതൽ അടങ്ങിയിട്ടുണ്ടാവും. ഫുഡ് റിസർവ് എന്ന് പറയുന്നത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ഉള്ള പോളിസാക്കറൈഡ് ഫ്ലോറിഡീൻ സ്റ്റാർച്ചിന്റെ രൂപത്തിലാണ് കാണപ്പെടുന്നത്. ഔട്ടർ സെൽവാള് പെക്റ്റിക്കും അതുപോലെ ഇന്നർ സെൽവാള് സെല്ലോസിക്കും ആയിരിക്കും. ഔട്ടർ ലെയർ പെക്റ്റിക് ആയിരിക്കും, ഇന്നർ സെൽവാള് സെല്ലോസ് ഉണ്ടായിരിക്കും നിർമ്മിച്ചിരിക്കുന്നത്. റീപ്രഡക്റ്റീവ് സെൽസ് എന്നുള്ളത് നോൺ മോട്ടൈൽ ബിക്കോസ് ഫ്ലജല്ല ആബ്സെന്റ്. ഫ്ലജല്ല ആബ്സെന്റ് ആയതുകൊണ്ട് നോൺ മോട്ടൈൽ ഫോംസിലുള്ള സ്പോറുകളായിരിക്കും കൂടുതൽ അല്ലെങ്കിൽ ഗ്യാമിറ്റ്സ് ആയിരിക്കും ഉണ്ടാകുന്നത്. സെക്ഷൽ റീപ്രഡക്ഷൻ ഈസ് അഡ്വാൻസ്ഡ് ഊഗ്യാമസ് ടൈപ്പ്. ഊഗ്യാമസ് ആണെങ്കിലും നോൺ മോട്ടൈൽ ആയിരിക്കും. അതുപോലെ ക്ലാസ്സിനെ 7 ഓർഡറിലാക്കി തിരിച്ചിട്ടുണ്ട്. ഓർഡർ വെക്കാനും ഞാൻ പറയുന്നില്ല, കാരണം ഡീറ്റെയിൽ ആയിട്ട് എടുത്തപ്പോൾ ഉൾപ്പെടുത്തുന്നേ ഉള്ളൂ. അത്രയും ഡീറ്റെയിൽഡ് വേണമെന്ന് അറിയില്ല. വളരെ ബ്രീഫായിട്ട് പഠിക്കാനാണ് സിലബസ് തന്നിരിക്കുന്നത്. ഉൾപ്പെടുത്തിയപ്പോൾ ക്ലാസ്സും കൂടെ ഉൾപ്പെടുത്തുന്നേ ഉള്ളൂ. ആവശ്യമുള്ളത് വായിച്ചു നോക്കി പഠിക്കുക. ക്ലാസ് മിക്സോഫൈസി ഓർ സയാനോഫൈസി ഓർ ബ്ലൂ ഗ്രീൻ ആൽഗെ. ഇതിപ്പോ കിങ്ഡം മൊണീറുകളിട്ട് മാറ്റിയിട്ടുണ്ട്. Algae are characterized by the presence of very rudimentary nucleus and do not have well organized chromatophores. അതായത് ക്ലിയർ ആയിട്ട് അല്ലെങ്കിൽ വളരെ ചുരുങ്ങിയ രീതിയിലുള്ള ന്യൂക്ലിയസ് അല്ലെങ്കിൽ ക്ലിയർ ന്യൂക്ലിയസ് ഇല്ലാത്തവരും എന്നാൽ ക്രോമാറ്റോഫോഴ്സ് വെൽ ഓർഗനൈസ്ഡ് ആയിട്ട് കാണപ്പെടാത്തതുമായിട്ടുള്ള മറ്റ് പിഗ്മെന്റ്സിന്റെ സ്റ്റോർ ചെയ്യുന്ന ക്രോമാറ്റോഫോഴ്സ് അധികം ഡീറ്റെയിൽ അല്ലാതെ കാണപ്പെടുന്ന ഗ്രൂപ്പുകളാണ് സയാനോഫൈസ് അല്ലെങ്കിൽ ബ്ലൂ ഗ്രീൻ ആൽഗെ എന്ന ഗ്രൂപ്പിൽ വരുന്നത്.
സി പിഗ്മെന്റ് എന്ന് പറയുന്നത് ക്ലോറോഫിൽ എ തന്നെയാണ്. പിന്നെ ബീറ്റ കരോട്ടിനും സി ഫൈക്കോസയാനും കാണപ്പെടുന്നു. സെൽ വാളിന്റെ പ്രത്യേകത അത് മ്യൂക്കോ പോളിമർ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഫുഡ് റിസർവ് എന്നത് സയാനോഫേസിൻ സ്റ്റാർച്ച് കൊണ്ടാണ്. സയാനോഫേസിൻ സ്റ്റാർച്ച് രൂപത്തിലാണ് ഫുഡ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്. സെക്ഷൽ ഡിപ്രഷൻ കാണപ്പെടുന്നില്ല. അസെക്ഷൽ ഡിപ്രഷൻ ഒന്നുകിൽ ഹാർമോഗോണിയ അല്ലെങ്കിൽ അക്കൈനൈറ്റ് ഫോർമേഷൻ വഴിയാണ്. ഇത് ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് പറയുന്നതായിരിക്കും. ഇതിനും 5 ഓർഡറുകളാക്കി തിരിച്ചിട്ടുണ്ട്. ഇന്നത്തെ ക്ലാസ്സിൽ ഫ്രിച്ചിന്റെ ക്ലാസിഫിക്കേഷൻ ഡിസ്കസ് ചെയ്തത് വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. പഠിക്കുമ്പോൾ ആഴത്തിൽ പഠിക്കുന്നത് നല്ലതായിരിക്കും. അതുകൊണ്ടാണ് അത്രയും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. ഇന്നത്തെ ക്ലാസ് മനസ്സിലായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ സ്മിത്തിന്റെ ക്ലാസിഫിക്കേഷൻ കാണാം. എല്ലാവർക്കും ശുഭദിനം നേരുന്നു.